നിങ്ങൾക്ക് അമിതമായ യൂറിക് ആസിഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക. അമിതമായ യൂറിക് ആസിഡിനെ നമ്മൾ മെഡിക്കലി പറയുന്ന ഒരു വാക്കാണ് ഹൈപ്പർ യൂറിസീമിയ. ഈ ഹൈപ്പർ യൂറിസീമിയയ്ക്ക് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ എക്സ്ക്രീറ്റ് ചെയ്ത്, അതായത് പുറന്തള്ളപ്പെടുന്ന യൂറിക് ആസിഡിനേക്കാളും അമിതമായിട്ട് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ഹൈപ്പർ യൂറിസീമിയ. ഈ അവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ അമിതമായ പ്യൂരിൻ കണ്ടന്റ് അടങ്ങിയ ആഹാരങ്ങൾ, അതായത് ഈ റെഡ് മീറ്റ്, കടലിൽ നിന്ന് കിട്ടുന്ന ചില മീനുകൾ, പിന്നെ അമിതമായിട്ടുള്ള ഈ പ്രോട്ടീൻ സപ്ലിമെന്റുകൾ, ഇത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഉൽപാദനം കൂട്ടുന്നു. പിന്നെ യൂറിക് ആസിഡ് കൂടാനുള്ള കാരണമാണ് മദ്യപാനം. അതേപോലെ തന്നെ പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങൾ ഇത് കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് അമിതമായിട്ട് കൂടും. ആരോഗ്യപരമായിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകാം? യൂറിക് ആസിഡ് അമിതമായാൽ നമുക്ക് സന്ധികൾക്കിടയിൽ നല്ല വേദന ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നീര് വന്നടിയുന്ന അവസ്ഥയും ഉണ്ടാവും. ഇത് നമ്മുടെ ഡെയിലി ലൈഫിനെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് അമിതമായി കഴിയുമ്പോൾ നമുക്ക് കിഡ്നിക്കകത്ത് സ്റ്റോൺ ഉണ്ടാകാനും കാരണമാകും. പിന്നെ യൂറിക് ആസിഡ് ഈ അൺട്രീറ്റബിൾ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CKD, അതായത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിക്ക് വരെ ഇത് പോകാം. എങ്ങനെ നിയന്ത്രിക്കാം? ആദ്യം തന്നെ വേണ്ടത് ജീവിതശൈലി മാറ്റങ്ങളും അതേപോലെ ഡയറ്റ് മോഡിഫിക്കേഷനുമാണ്. ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്യൂറിൻ കണ്ടന്റ് അമിതമായിട്ടുള്ള ആഹാരങ്ങളെ ഒന്ന് നിയന്ത്രിക്കുക എന്നതാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, മുകളിൽ പറഞ്ഞതുപോലെ മദ്യപാനം ഉണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുക. പിന്നെ മെഡിസിൻ വേണ്ടി വരുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിഷ്യനെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വേണ്ട ഡോസേജിലുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.